കിടന്നുകൊണ്ട് കർത്താവ് പറഞ്ഞ നാലാമത്തെ മൊഴി, ഏലോഹി ഏലോഹി ലമ്മാ ശബക്താനി. എത്ര കഠിനമായ വേദനയാണ് കർത്താവ് സഹിക്കുന്നതെന്ന് വെളിപ്പെടുത്തുന്ന മൊഴിയാണ് നാലാമത്തെ മൊഴി. തലേ രാത്രി മുതൽ കർത്താവ് അനേകം വേദനകൾ സഹിക്കുന്നുണ്ട്. ചമ്മട്ടി കൊണ്ട് കർത്താവിനെ അടിക്കുന്നുണ്ട്, മുഖത്ത് തുപ്പുകയും അടിക്കുകയും ചെയ്യുന്നുണ്ട്, തലയിൽ മുൾക്കിരീടം അടിച്ചു കയറ്റുന്നുണ്ട്, ഭാരമേറിയ മരക്കുരിശുമായി മലമുകളിലേക്ക് കയറുന്നുണ്ട്. അവിടെ കർത്താവിന്റെ കരങ്ങളും കാലുകളും ആണിമേൽ മരക്കുരിശിലേക്ക് അടിച്ചു ചേർക്കുന്നുണ്ട്. ഇത്തരത്തിൽ കഠിനമായ വേദനകളാണ് കർത്താവ് സഹിക്കുന്നത്. ഈ വേദനയുടെ ആഴം തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നത് നാലാമത്തെ മൊഴിയിലാണ്. കർത്താവ് പിതാവിനോട് നിലവിളിക്കുകയാണ്, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ദൈവം പോലും തന്നെ കൈവിട്ടല്ലോ. തന്റെ ഈ വേദനയിൽ, തന്റെ ഈ പ്രയാസത്തിൽ തന്നെ രക്ഷിപ്പാൻ ദൈവം പോലും തയ്യാറായില്ലല്ലോ എന്ന നിലവിളിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടായിരിക്കാം പിതാവായ ദൈവം പുത്രനായ യേശു ക്രിസ്തുവിന്റെ നിലവിളി കേൾക്കാതിരുന്നത്? എന്തുകൊണ്ടായിരിക്കാം പുത്രനെ രക്ഷിപ്പാൻ വരാത്തത്? പ്രിയ കൂട്ടുകാരെ, ദൈവം നിശബ്ദനായിരുന്നുവെങ്കിൽ, പുത്രന്റെ ഏറ്റവും കഠിനമായ നിലവിളിയുടെ മധ്യേ ദൈവം പ്രതികരിച്ചില്ല എങ്കിൽ അതിന് ഒരർത്ഥമേ ഉള്ളൂ, ദൈവം അത്രമാത്രം നമ്മെ ഓരോരുത്തരെ സ്നേഹിക്കുന്നുവെന്നാണ്. കാൽവരി ക്രൂശിൽ കർത്താവ് വേദനകൾ ഏൽക്കുന്നത് മനുഷ്യരുടെ പാപം തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ശിക്ഷ ഏൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പിതാവിന്റെ സ്നേഹം വെളിപ്പെടുത്തുന്ന മൊഴിയാണ് നാലാമത്തെ മൊഴി. നാം ജീവിതയാത്ര മുന്നോട്ട് നയിക്കുമ്പോൾ നമുക്ക് അനേകം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആവശ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷേ സ്വന്തം പുത്രനെ ഭൂമിയിൽ നൽകി നമ്മെ രക്ഷിച്ചെടുത്ത ദൈവത്തിനും നമ്മെ കുറിച്ച് ഒരു വലിയ ആഗ്രഹമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവഹിതത്തിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് കഴിയണം. കാരണം സ്വന്തം പുത്രന്റെ വേദന കാണാതെ നമ്മെ കരുതി സ്നേഹിച്ചവനാണ് നമ്മുടെ ദൈവം. സ്വന്തം പുത്രന്റെ നിലവിളി ദൈവം കേട്ടില്ല എങ്കിലും നമ്മുടെ നിലവിളി ദൈവം കേൾക്കും, നമ്മുടെ കണ്ണുനീർ ദൈവം കാണും. പിതാവിന്റെ സ്നേഹം തിരിച്ചറിയാൻ കർത്താവ് എത്ര വേദന സഹിച്ചു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ആഴമേറിയ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് വരാൻ ഈ നാലാമത്തെ മൊഴി ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.